Hey all, welcome back to Motoholic 390. അപ്പോൾ ഈ വീഡിയോ യെസ്റ്റർഡേത്തെ അതായത് തൊട്ട് മുന്നത്തെ വീഡിയോൻ്റെ ബാക്കിയുള്ള വീഡിയോസാണ് ഗൈസ്. നമ്മൾ ഹൈദരാബാദിലേക്ക് ഹെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ വീഡിയോൻ്റെ കണ്ടിന്യൂഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ തൊട്ട് മുന്നത്തെ വീഡിയോ കണ്ടിട്ട് വേണം നിങ്ങൾ ഈ വീഡിയോ കാണാൻ. ഓക്കെ, ലെറ്റ്സ് ഗോ ഹെഡിങ് ടു ഹൈദരാബാദ്. ഓൾമോസ്റ്റ് നമ്മളിപ്പോൾ ആദിലാബാദ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ആദിലാബാദ് ഇവിടുന്ന് ഒരു ഓൾമോസ്റ്റ് 300 കിലോമീറ്റേഴ്സ് ഉണ്ട് ഹൈദരാബാദിലോട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഹൈദരാബാദിലോട്ടുള്ള വിശേഷങ്ങളോട്ട് കിടക്കാം സുഹൃത്തുക്കളെ. നമ്മൾ സ്റ്റിൽ ഹൈവേ 44 തന്നെയാണ് കേട്ടുള്ളത്. ഞാൻ മുന്നേ പറഞ്ഞ പോലെ നമ്മളിത് ബാംഗ്ലൂർ എത്തിയിട്ടാണ് ഈ ഹൈവേ 44 ഒന്ന് സ്കിപ്പ് ആവുള്ളൂ. അതുവരെ നമ്മൾ ഹൈവേ 44 തന്നെ ആയിരിക്കും കേട്ടോ. അതുപോലെ നമുക്കൊന്ന് എയർ ചെക്ക് ചെയ്യണം. എയറൊന്ന് പ്രോപ്പറായിട്ട് കറക്റ്റ് ചെയ്യണം. എയർ കറക്റ്റ് അല്ലാന്ന് തോന്നുന്നുണ്ട്. കുറച്ചായി ഞാൻ എയർ അടിച്ചിട്ട്. ഐ തിങ്ക് ഓൾമോസ്റ്റ് ഒരു 10,000-3000 കിലോമീറ്റർ 2500-3000 കിലോമീറ്റർ അതിൻ്റെ എയർ അടിച്ചിട്ട്. നമുക്ക് എയറൊന്ന് സെറ്റ് ചെയ്യണം. അണ്ണൻ പാതി ട്രെയിലും കയറ്റായതുകൊണ്ട് അരിച്ചരിച്ചരിച്ച് പോണേ. പെരിയാണ്ടവർ ഈ ഭാഗത്ത് ഫുള്ള് നമ്മുടെ തമിഴ് വണ്ടികളുടെ കാണണേ. TN വണ്ടികൾ കാണുമ്പോൾ തന്നെ സുഖം, മനസ്സിന് സന്തോഷം. നമ്മുടെ അടുത്ത വണ്ടികളാണ് നമ്മൾ കാണുന്നത്. കേട്ടോ, നമ്മളൊക്കെ TN വണ്ടികളാണ്. ഇടയിൽ ചില കേരള വണ്ടികൾ കണ്ടുട്ടോ നമ്മള്. കേരള ഗാഡിയാണോ? കേരള ഗാഡി. ക്ലൈമറ്റ് ഒരു രക്ഷയില്ലാത്ത കൈസ്. പെട്ട ക്ലൈമറ്റാ. നൈസ് മഴക്കാറോട് കൂടിയിട്ടുള്ള ഒരു സെറ്റപ്പ്. ഒരു മൂഡി ക്ലൈമറ്റ്. ഹൈവായിട്ട് ടേണ് കാണുമ്പോൾ എനിക്ക് നമ്മുടെ വടക്കഞ്ചേരി ടേണ് ഓർമ്മ. പാലക്കാട് നിന്ന് വരുമ്പോൾ ഇങ്ങനെ ടേണ്ടല്ലോ അവസാനം വടക്കഞ്ചേരി. രണ്ട് സൈഡിൽ കുറച്ച് കടകളായിട്ട് ആ ഒരു ഫീൽ കേട്ടോ. കേട്ടോ, ഇറക്കും റൈറ്റ് സൈഡിലൊരു ടേണും റൈറ്റ് സൈഡിലെ കുറച്ച് കടകളും. അപ്പോൾ ഇന്നത്തെ ക്ലൈമറ്റ് രക്ഷയില്ലാട്ടോ. നല്ല ക്ലൈമറ്റാ. വെയിലില്ല, ചൂടില്ല, കലിപ്പില്ല. നൈസ് ഒരു മഴ മൂടി നിൽക്കണ ഒരു വൈബിങ് കേട്ടോ. മഴ കിട്ടാതിരുന്നാൽ മതി. മഴ കിട്ടിയാൽ വീഡിയോ നടക്കില്ല. പക്ഷേ ഈ ക്ലൈമറ്റ് ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ അടിപൊളിയാണ്. 300 കിലോമീറ്റേഴ്സ് കൂടിപ്പോൾ ഒരു 4 to 5 hours നമുക്ക് ഈസി ആയിട്ട് 5 hours വേണ്ട, ഒരു 4 to 4.5 hours നമുക്കിത് കവറപ്പ് ചെയ്യാൻ പറ്റും ഗൈസ്. ചൂടെടുത്ത് ചടപ്പിക്കാനില്ലല്ലോ. നൈസ് ക്ലൈമറ്റ് അല്ലേ. തെലങ്കാന സ്റ്റേറ്റ്. ഫ്രണ്ടിൽ പോണ ലോറിയിലേ ആൾക്കാരെ കൊണ്ടാണോ ഇഷ്ടം? എന്ത് സ്കീം ഇവിടുത്തെ ലോക്കൽ ബസ്സിൽ വരെ ഓടണാണോ? രാവിലെ 15 രൂപ 5 വരെ ലോറി നിറയെ ആൾക്കാർ. നോക്കി ഇഷ്ടങ്ങൾ ആട്ടും കുട്ടികളെ കൊണ്ടാണോ പോലെ കൊണ്ടാണോ അതിൻ്റെ ആറ്റങ്ങളെ. ഐശ്വറിൽ ഫ്രണ്ടിൽ പോണ ഐശ്വറിക്ക് സമ്മർദ്ദ ആളുണ്ടായില്ലേ. നോക്കി നിങ്ങള് ഉള്ളിലേക്കൊക്കെ ആൾക്കാരുണ്ടോ? ഫുള്ള് ആൾക്കാരാ. വേണ്ട സൈഡിലേക്ക് നോക്കിയേ, ഫുള്ള് ആൾക്കാരാ. ഏതാ സീനല്ലേ. ചിലപ്പോ കല്യാണത്തിനൊക്കെ പോയിട്ട് വരും കേട്ടോ. ഏതാ വീട്? അംബാനി വീട്. കൊൽഹാരി. നിങ്ങളിങ്ങനെ വരണ ഒഴികെ റൈറ്റ് സൈഡിലൊരു ലോറി ഗൈസ് തല കുത്തി മറിഞ്ഞെടുക്കുന്നുണ്ട്. ഞാൻ കാണിച്ചു തരത്. ഇവിടെ ആയതുകൊണ്ട് കുഴപ്പമില്ല, ഇങ്ങനെയൊക്കെ തിരിച്ചു പോവാം. കേരളത്തിലൊക്കെ ആണെങ്കിൽ കറക്റ്റ് ഫൈൻ കിട്ടും. ഇവിടെ പിന്നെ ഇവിടുത്തെ എല്ലാവരും ലോറിക്കാരും ട്രാക്ടറുകാരും ഒക്കെ ഇങ്ങനെ തന്നെ പോണ് ഗൈസ്. അതുകൊണ്ട് സീനില്ല. മക്കളെ ലോറി വെറുതെ പറയല്ല കേട്ടോ. ഇങ്ങനെയുള്ള ലോറി ഇങ്ങനെ എടുക്കല്ല, നേരെ തല കുത്തനെ ടയറൊക്കെ പോളിക്ക്. ഏതാ സീനില്ല പോ.
എടുക്കണല്ലോ സൈഡില്. പക്ഷെ എൻ്റെ പൊന്നട ഓക്കോ പക്ഷെ എൻ്റെ ദൈവമേ ഇവിടുന്ന് ഇവിടുന്ന് പറഞ്ഞല്ലോടാ ദേ അവിടുന്ന് നേരെ ഇടിച്ച് മറിഞ്ഞു പോയിട്ടുള്ളതാണ് കൈസ്. ഫ്രണ്ട് ഡ്രൈവർക്കൊന്നും വലിയ ഇതായിണ്ടാവില്ല, ഏത് ക്യാബിനൊന്നും പൊളിഞ്ഞിട്ടൊന്നുമില്ല. വണ്ടി ഫുൾ ലോഡ് വണ്ടി ഇഷ്ടോ. എവിടെ അതാണോ? ആ ഇതില്ലേ തുറന്നിട്ടുണ്ടല്ലോ, അത് ഊറ്റി കൊണ്ടുപോയിട്ടുണ്ടാവും ടീംസ് ചിലപ്പോ. അതൊക്കെ അങ്ങോട്ട് പോയിട്ട് തോന്നുന്നു. വീലൊക്കെ അല്ലേ, ബാക്ക് വീൽ നിൽക്കണോക്കി അങ്ങോട്ട് തള്ളിയിട്ട്. ആ വേടെ ആക്സിലൊക്കെ ഒടിഞ്ഞു. ആക്സിലൊക്കെ ഒന്ന് അവിടെ പൊട്ടിയെടുക്കുക. ആക്സിൽ ഉണ്ടാ പൊട്ടിയെടുക്കുക ആക്സിലൊക്കെ കഴിച്ച്. അതാ പൊട്ടിണ്ടത്, നടുപൊട്ടി ടയറിന്റെ ഉള്ളിലേക്ക് പോയിക്കണത്. അത് നേരെ പോകേണ്ട സാധനം. പക്ഷെ എന്തായാലും തല കുത്തനെ എടുക്കുക ഇഷ്ടമാണ്. നമ്മള് ഗെയിമിലൊക്കെ കണ്ടിട്ടുള്ളൂ ഇങ്ങനെ എടുക്കണത്. ഹായ് ഹായ് ആ ഹിമാലയൻ ആ ഓക്കെ ബൈ. क्या क्या जा रहे? केरला हैदराबाद, सॉरी केरला नहीं हैदराबाद. नाम क्या है? विराट. नाइस. नाम क्या है? ऋषिकेश. अच्छा है. गणेश. हाँ अड्डीबोली. नाइस. अर्जुन. ओके. हाँ हिमालयन. लोरी क्या प्रॉब्लम? एक्सीडेंट. हिंदी അറിയില്ല ഗൈസ്. ക്യാമറ ഹിന്ദിയിൽ ഇപ്പം എന്തൊട്ട് യൂട്യൂബിൽ കാണാമെന്ന് പറയാം. എന്തേലും ആവട്ടെ, കുഴപ്പമില്ല. അല്ലേ നമ്മളിവിടുന്ന് പോവാണ് ഗൈസ്. എന്തൊട്ടിൽ അവരുടെ അവസ്ഥ അല്ലേ. കേരള ടു കാശ്മീർ. കിട്ടിയോ? ഓക്കെ ബൈ ബൈ. നമ്മളിവിടെ ഇറങ്ങാണ് ഗൈസ്. ലോറി എന്താ സീനില്ല. നമ്മളത് സാധനം ഡ്രസ്സിലൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെയൊക്കെ മറിച്ചിരുന്നത്. ഇവിടുന്നാണ് പോയുള്ളൂ. പക്ഷേ ചവിട്ടി ഉണ്ടാവൂലേ, ചവിട്ടി വഴിക്ക് പോയിണ്ടാവും. പക്ഷെ എന്താലേ ലോറി ഇങ്ങനെയൊക്കെ പറഞ്ഞിരിക്കണ ആദ്യമായിട്ട് വേണോ. ചെറിയ ലോറിയല്ല 12 കിലോ ഇങ്ങനെ ഇങ്ങനെ കിടക്കണത്. ടയറൊക്കെ മോളിക്ക് എന്തൊരു സീനല്ലേ. നമ്മുടെ സാധനം ഡ്രസ്സിലാണ്ടല്ലോ. റിയൽ ലൈഫിൽ ആദ്യമായിട്ട് ഇങ്ങനെ പറഞ്ഞിരിക്കണ പറഞ്ഞത്. എന്തായാലും നമ്മൾ വീണ്ടും മുന്നോട്ട് തന്നെ കഴിച്ച് പിടിക്കാം. ഞാൻ മുന്നേ പറഞ്ഞിട്ടില്ലേ, ഹിന്ദി ഒന്നും കൂടെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കണം. അടുത്ത INB പോണാൾ മുന്നേ ഹിന്ദി ഫ്ലുവൻ്റ് ആയിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ലോക്കൽസിൻ്റെ അടുത്ത് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ ഞാൻ തക്കിട ഈ സുവാസിദാറ്റൊക്കെ വെച്ചിട്ട് അവർ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ അവർക്കത് മനസ്സിലാവില്ല. അവർ പറയണ ഹിന്ദി നമുക്ക് തോടെ ക്യാച്ച് ചെയ്യാൻ പറ്റും, എന്നാലും നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല. പക്ഷേ എനിക്ക് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കണം. എന്താ പറയുക, നമ്മളിപ്പോൾ മലയാളം എങ്ങനെയാണോ സംസാരിക്കണം ലൈക്ക് ദാറ്റ് ഹിന്ദി സംസാരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ലോക്കൽസിനായിട്ട് ഇടപഴകാനും ആ ഒരു സംഭവമൊക്കെ പറ്റുള്ളൂ. ഞാനത് രാജസ്ഥാനിൽ പോയി പഠിച്ചതാണ്. രാജസ്ഥാനിൽ പോയിട്ട് നമുക്ക് ഹിന്ദി അറിയാനിട്ട് കൂടെ നമ്മൾ ലോക്കൽസിനായിട്ട് ഇടപഴകി. അവർ നമുക്ക് കുറേ ഫുഡ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് തന്നു. അവരുടെ സ്റ്റേ നമുക്ക് അവർ അറേഞ്ച് ചെയ്ത് തന്നു. അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ ട്രിപ്പിൽ. കുറേ ബന്ധങ്ങൾ അങ്ങനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അവരൊക്കെ ഇപ്പോഴും എന്നെ വിളിക്കലുണ്ട്. ബ്രോ നിങ്ങൾ തിരിച്ച് ഈ വഴിയാണെങ്കിൽ നിങ്ങളുടെ എന്തായാലും കയറണം. ഞാൻ ഈ വഴിയല്ല ബ്രോ, ഞാൻ ഇന്ത്യയുടെ ഈ സൈഡ് പിടിച്ചു, ഇപ്പുറത്തെ സൈഡ് പിടിച്ചാണ് പോണത്. അങ്ങനെ പറഞ്ഞു.
അപ്പോൾ എന്തായാലും നെക്സ്റ്റ് ഞാൻ INB അടിക്കുമ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് വരും. അത് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ ഈ ട്രിപ്പ് കണക്ട് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ മീറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാർ വെറുതെ മീറ്റ് ചെയ്ത് ഹായ് ബായ് അല്ല. ഇപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ യാത്ര ചെയ്യാണ് എന്നവർക്ക് മനസ്സിലാക്കിയിട്ട് അവർ നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു തന്നിട്ടുള്ള കുറേ ആൾക്കാരുണ്ട്. പൈസ എന്നല്ലാണ്ട് ഞാൻ ഉദ്ദേശിക്കണേ ഒരു എന്താ പറയുക മെൻ്റലി ഹെൽപ്പ് അല്ലാന്നുണ്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു സപ്പോർട്ട്. ആ രീതിയിൽ കുറേ പേരെ ഞങ്ങൾ മീറ്റ് ചെയ്തിട്ടുണ്ട്, കുറേ പേരെ. അപ്പോൾ അവരൊക്കെ അഗെയിൻ മീറ്റ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് INB പോകുമ്പോൾ. അങ്ങനെയൊക്കെ അപ്പോഴേക്ക് ഞാൻ ഹിന്ദി ഒന്നും കൂടെ സ്ട്രോങ് ആക്കും ഗൈസ്, ഡാം ഷുവർ. എന്നിട്ട് വേണം INB അടിക്കാൻ. ഇനി എന്റെ പൂങ്കരളേ ഇനി എന്റെ വൈകരുതേ പാട്ട് പാടി വണ്ടി പിടിക്കാൻ വേറെ മൂടാ. ഞാൻ പിന്നെ കുറച്ച് ദിവസമായിട്ടൊരു കാര്യം ചിന്തിക്കുന്നുണ്ട്. എവിടെയെങ്കിലും ഒരു ഇത്രയും പോകുന്നൊരു ബ്ലൂടൂത്ത് സ്പീക്കർ സെറ്റ് ചെയ്യണം. ഇങ്ങോട്ട് ഇപ്പം നമ്മുടെ ഒലയിലൊക്കെ വെച്ചിട്ടില്ലേ ആ ഒരു കൂട്ട്, അത് സെറ്റപ്പ് ചെയ്യാനുള്ളൊരു വകുപ്പ് നോക്കണം. അത്യാവശ്യം ഈ വൈസറിൻ്റെ ഉള്ളിൽ വെള്ളം വേണം, എന്നാൽ മീറ്ററിൻ്റെ കറക്റ്റ് ഗ്യാപ്പിൽ ഇരിക്കും വേണം. അങ്ങനത്തെ ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ സെറ്റ് ചെയ്യണം. എന്നിട്ട് മറ്റേ ചാർജർ കണക്ട് ചെയ്തിട്ട് ചാർജ് ചെയ്യാനുള്ള സെറ്റപ്പും ചെയ്യണം. പാട്ടൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കിളുത്താ വേറെ കൂടാ. ഏത് രസം ബോറൊക്കെ അടിച്ചിരിക്കുകയാണ് അജിനറിലിട്ടാൽ വേറെ മൂടാ. അജിനറിൽ എന്നൊക്കെ പറയുമ്പോൾ നൈസായിട്ട് ഇൻഡിക്കേറ്ററൊക്കെ ഇട്ടിട്ട് എണ്ണൊക്കെ ഇട്ടിച്ച് ഇങ്ങനെ പോകാൻ വേറെ രസം തന്നെയാണ് കൈസ്. അതെന്തായാലും സെറ്റപ്പ് ചെയ്യണം. INB അടിക്കണമെന്ന് മുന്നേ സെറ്റ് ചെയ്യണം. നൈസായിട്ട് വരുന്ന വഴി വേറെ സംഭവം കണ്ടോ. നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് ഒരു ഫാൻ വെച്ച് അല്ലെങ്കിൽ മുറം വെച്ച് നെല്ലിങ്ങനെ മുറത്തിന്ന് ഇടും. ഒരു മുറം വെച്ച് ഇങ്ങനെ അടിച്ചിട്ടാണ് നെല്ലും മറ്റേ അരിയും വേർതിരിച്ചിരുന്നത്. ഇവിടെ പടക്കണമെങ്കിൽ ഒരു വേറെ മൂടാട്ടാ. ഇനി നെല്ലാണോ ഗോതമ്പാണോ എന്ന് നമുക്കറിയില്ല, ചോദിച്ചു നോക്കാം. ഗോതമ്പ് 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 ഓക്കെ. ആ റൊട്ടി ഗോതമ്പ്. നമസ്കാരം. അല്ല ഒരു മിഷീനിലൊക്കെ ഇട്ടിട്ട് പടക്കണം നോക്കിയേ. അല്ല ഭയങ്കര ഫാസ്റ്റായിട്ടത് സെപ്പറേറ്റ് ആവുന്നുണ്ട് കേട്ടോ. ഗോതമ്പും മറ്റേ നെല്ലും ഗോതമ്പും വേസ്റ്റും അങ്ങനെ മൂന്ന് സെപ്പറേറ്റ് പട്ടപ്പെട്ടാവുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അമ്മൂമ്മ എടുത്തിട്ട് ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഗോതമ്പ് എടുത്തിട്ട്. കണ്ട അതിൻ്റെ അടിയിൽ ഗോതമ്പ് ഇങ്ങനെ വീണുണ്ട്. ഏതാ കളിയില്ലേ. ഇപ്പോൾ ഇങ്ങനെ വരുന്ന വഴിക്ക് ഹൈവേ ഇങ്ങനെ വരുന്ന വഴിക്ക് കണ്ടോ കേട്ടോ സംഭവം. ഇതിവിടെ ബാക്കിൽ കാണുന്നത് മൊത്തം ഗോതമ്പ് കുടങ്ങളാ. നമുക്ക് പോവാം. ഓക്കെ ബൈ. ഗോതമ്പ് കൃഷി, ഗോതമ്പ് വേർതിരിക്കുന്ന കഴിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ പണ്ട് നെല്ല് വേർതിരിച്ച് കിടന്ന് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? എൻ്റെ അമ്മയുടെ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് അവർക്ക് പാടൊക്കെ ഉണ്ടായി. അപ്പോൾ എന്താ പറയുക, മാമൻ്റെ വീടിൻ്റെ ബാക്കിൽ മൊത്തം പാടാ, ഫ്രണ്ടിൽ മൊത്തം പാടാ. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ചെറുപ്പത്തിൽ പോയി നിൽക്കുമ്പോൾ കാണാറുണ്ട്. ഇതേപോലെ നമ്മുടെ ഒരു മുറത്തിൽ നെല്ലിടും, എന്നിട്ട് ഫാൻ വയ്ക്കും. ഫാൻ അല്ലെന്നുണ്ടെങ്കിൽ വേറൊരു മുറം വെച്ച് ഇങ്ങനെ വീശും. അപ്പോൾ ആ കാറ്റ് കൊണ്ട് പറക്കേണ്ടതൊക്കെ പോകും, നെല്ല് നേരെ താഴ്ത്തിക്ക് വിടും. മനസ്സിലായോ? അങ്ങനെയാണത് മുന്നേക്കെ. ഇപ്പോൾ നോക്കി ഹൈടെക് ആയിട്ട് ഇവിടെയൊക്കെ ഏതാ കളിയില്ലേ, പട്ടപ്പെട്ടാന്ന് പറഞ്ഞിട്ടാണ് തീരണേ. വേസ്റ്റ് സൈഡിക്ക് വീണു, ഗോതമ്പ് താഴ്ത്തിക്ക് വീണു, ടപ്പടപ്പേ. മേലെ മാനത്തെ ലെഫ്റ്റ് സൈഡിൽ മൊത്തം കൃഷി കേട്ടോ. അവരിപ്പോൾ കള പറിച്ചിട്ടിട്ടുണ്ട്. ഇനി നേരെ വിത്ത് വയ്ക്കുക. അതിന് വിത്ത് വഹിച്ചിട്ടുണ്ടോന്ന് എനിക്കറിയില്ല കേട്ടോ. ആ ലെവലിലാണ് കിടക്കണേ. നമ്മൾ ട്രാക്ടർ വെച്ച് പൂട്ടിയിട്ടിട്ട് സെറ്റ് ചെയ്യില്ലേ, ആ ലെവലിലാണ് കിടക്കണേ ലെഫ്റ്റ് സൈഡ് മൊത്തം. കർഷകനല്ലേ മേഡം, ഒന്ന് കള പറിക്കാൻ ഇറങ്ങിയതാ. ായിരുന്നു ഹോസ്കോളം നല്ല കേട്ടോ. പക്ഷെ എന്ത് ഏരിയ നോക്കിയല്ലേ, ഇതൊക്കെ എടുക്കുന്നത് കാണുമ്പോൾ വെറുതെ എടുക്കണം തോന്നും കേട്ടോ. പക്ഷെ അതിലേക്ക് കൃഷികളുണ്ട് കേട്ടോ ഇവിടേക്ക് ആയിട്ട്. ഈ കാണുന്ന കൃഷിപ്പാടങ്ങളാ കണ്ടോ. അങ്ങറ്റത്തേക്ക് ഫുള്ളും മലകളാട്ടോ, വേറെ തന്നെ സീനാ. ഇതൊക്കെ പറഞ്ഞാൽ ഈ ഹൈവേയിൽ ബോഗൻവില്ല വെച്ച് നന്നായി കേട്ടോ. കാണുമ്പോൾ ഒരു കുളിർമുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയില്ല കൈസ്. വെറുതെ ഇങ്ങനെ ചടച്ച് നിൽക്കണതാണ് നല്ലത്. രണ്ട് ഉപയോഗങ്ങളുണ്ട് ഇതിനെ കൊണ്ട്. കാറുകാർക്കാണ് മെയിനായിട്ട് ഉപയോഗം.
സെഡാൻ ടൈപ്പുള്ള ആൾക്കാർക്ക്. ഇവരിത് വരണ വഴിക്ക് ഓപ്പോസിറ്റ് വണ്ടി ബ്രൈറ്റ് അടിച്ച് വന്നു കഴിഞ്ഞാലും ഈ ചെടികളിൽ കാരണം വലിയ കലിപ്പുണ്ടാവില്ല, കണ്ണിക്ക് അടിക്കില്ല. തിരിച്ചു അങ്ങനെ തന്നെ അങ്ങനെ. പക്ഷെ ലോറിക്കാർക്ക് വലിയ ഉപയോഗമൊന്നുമില്ല അത്. കാര്യം ലോറിക്കാർക്ക് എങ്ങനെ നോക്കിയാലും കണ്ണിക്ക് അടിക്കില്ല ലൈറ്റ്. സംഭവം അത് വേറെ ഏതൊരു സ്ഥലത്ത് ഞാൻ ഫുള്ള് കണ്ടിട്ടുണ്ട്. ഫുള്ള് പോകേണ്ടില്ല. ഞാൻ ഈ ട്രിപ്പിൽ തന്നെ ഏതൊരു ഭാഗത്ത് കണ്ടിട്ടുണ്ട്. ഡൽഹി ഭാഗത്താണോ എവിടെയാണെന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ഫുള്ള് നല്ല രസമായിട്ട് നിർത്തിയേക്കുക. അറ്റന്നുണ്ടാകുന്ന അറ്റം വരെ ഭയങ്കര രസമാണ് പോകേണ്ടില്ല നിൽക്കുക കാണാൻ അല്ലേ. നോക്കി നിങ്ങൾ ലെഫ്റ്റ് സൈഡിൽ കാണാൻ നോക്കിയേ, കല്ല് വേറെ ഒന്നുമില്ല. മലയുടെ മുകളിൽ കുറേ കല്ലുകളും ടിപ്പറിൽ വന്നിട്ടുണ്ട്. എന്താ പറയുക, ഡമ്പിയില്ലേ, അത് കൂട്ട് കല്ലുമലകളാണ് കൈ ഫുള്ള്. നോക്കിയേ, ക്യാമറയിൽ അത് അത്രയും വിസിബിൾ ആണെന്ന് എനിക്കറിയില്ല. കണ്ടാണ്ടാവും ഫുള്ള് കല്ല്, വേറെ ഒന്നുമില്ല, കല്ലുമലകൾ മാത്രം. അതെന്താ അങ്ങനെ ഒരു പ്രതിഭാസല്ലേ? ഈ റോട്ടിലൂടെ കണക്ക് മുകളിൽ നിന്നുള്ള കല്ലുകളാട്ടോ. നോക്കി നിങ്ങൾ കണ്ടോ, കല്ലുമല. എന്താ അല്ലേ ഒരു വൈബില്ലേ, ഭൂമിയുടെ ഓരോരോ വെറൈറ്റി സാധനങ്ങൾ. കല്ലുമല. ഹൈദരാബാദിൻ്റെ ഓൾമോസ്റ്റ് ഒരു 150 കിലോമീറ്റർ കൂടെ ഉള്ള കൈസ്. ഹൈദരാബാദ് പോയിട്ടുള്ള പ്ലാൻ എന്താ, എന്തൊക്കെ പ്രശ്നങ്ങൾ വരണേ. ഹൈദരാബാദ് പോയിട്ടുള്ള പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ചാർമിനാർ കാണാൻ പോകണം, മസ്റ്റായിട്ട് പോകണം. പിന്നെ രാമോജി ഫിലിം സിറ്റി കൺഫേം അല്ല നമ്മൾ പോകേണ്ട കേസ്, അത് കൺഫേം അല്ല. അതുകൊണ്ട് ഞാനത് പറയണില്ല. നമ്മളെന്തായാലും ചാർമിനാർ കാണാൻ എന്തായാലും പോകും ഗൈസ്, ഡാം ഷുവർ. പിന്നെ ഒരു ഫോട്ടോ കൂടി ഉണ്ടല്ലോ, ഗോൾഗണ്ട ഫോട്ടോ, അതിനൊരു ഫോട്ടോ കൂടി ഇല്ലേ. ഓരോ സംഭവമുണ്ട് ഹൈദരാബാദ് കാണാനായിട്ട്. നമ്മൾ മാക്സിമം ഈ 2 എന്തായാലും കവർ ചെയ്യാൻ ശ്രമിക്കില്ല. ചാർമിനാർ എന്തായാലും പോകും, മസ്റ്റായിട്ട് പോകും. പിന്നെ അതേപോലെ രാമോജി ഫിലിം സിറ്റിയും പിന്നെ അതേപോലെ നമ്മുടെ ഗോൾഗണ്ട ഫോർട്ടും മാക്സിമം ഞങ്ങൾ പോകാനായിട്ട് ശ്രമിക്കും. ഓക്കെ, കൺഫേം അല്ല, അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ പറഞ്ഞത്, ശ്രമിക്കും. ദേവനുമനുരാഗിയ മംഗളപ്രാവേ. ഒരു ഹെവി ലോഡ് പോകണമെങ്കിൽ എത്ര ടയറാന്ന് എണ്ണി തീരില്ല കേട്ടോ. പക്ഷെ എൻ്റെ പോനെ എന്ത് വലിയ സാധനമാണല്ലേ. ഇതേ പുള്ളർ, ഏതിൻ്റെ പുള്ളറാ? ഐശ്വർ പുള്ളർ. ഏത് സാധനല്ലേ, എന്ത് ലോഡല്ലേ അത്. ലെഫ്റ്റ് സൈഡിൽ മൊത്തം നല്ല ഗോതമ്പല്ല, കരിമ്പാണുള്ള, കരിമ്പും കൃഷിയാണുള്ള. വേറെ എന്തൊരു വലിയ ലോഡും കൂടിയും പോകണ്ടല്ലോ. എന്തൊരു സാധനം അതും ഇതേപോലെ അത്യാവശ്യം വലിയ കുറേ ടയറുള്ളൊരു ട്രെയിലറും ട്രാക്ടറും ഞാൻ ഉണ്ടാവും. എൻ്റെ പൊന്നടവേ, ഇത്ര വലിയ ക്രെയിനോ, ഇത്രയും വലിയ ഈ സാധനോ. പുള്ളറിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കൊക്കെ നല്ല സാലറി ഉണ്ടാവില്ലേ. എങ്ങനെ പോയാലും ഒരു 65-70 രൂപ എന്തായാലും ഉണ്ടാവില്ലേ എന്നാണ് എൻ്റെ ഒരു നിഗമനം കേട്ടോ. കറക്റ്റ് എനിക്കറിയില്ല. ഇവന്മാര് കുറച്ച് നേരമായല്ലോ പെട്ടെത്താതൊരു വെടി. അതിൻ്റെ മൈലേജ് പിടിച്ച് പോണ കാരണം കൈസ്, അല്ലെങ്കിൽ നമ്മുടെ ക്രൂയിസ് സ്പീഡ് ഒരു 85 to 95 100 അങ്ങനെ പോകാറില്ല. എന്നാലും പോവും, അങ്ങനല്ല. 85 to 100-നുള്ളിലാണ് ഞാൻ ക്രൂയിസ് ചെയ്യാറ്. അതാണ് ഇതിൻ്റെ ഒരു സ്വീറ്റ് സ്പോട്ട്. അല്ലെങ്കിൽ നമുക്ക് വൈബ്രേഷൻസ് ഒക്കെ ഒരുപാട് വന്നു തുടങ്ങും. ക്ലൈമറ്റ് രക്ഷയില്ലാട്ടോ, പറയാതിരിക്കാൻ വയ്യ. മറ്റേ പിഴച്ച ചൂടില്ല, നൈസ് നല്ല മൂടി ക്ലൈമറ്റാണ്. അത് കാരണം ഓടിക്കാനും നല്ല രസമുണ്ട്. ഇപ്പോൾ നമ്മളിന്ന് ഇറങ്ങിയിട്ട് ഓൾമോസ്റ്റ് ഒരു 250 കിലോമീറ്റർ 200 ചില്ലറ കിലോമീറ്റർ കവർ ചെയ്തിട്ടുണ്ട് എന്തായാലും. അത് വലിയ ടൈം എടുക്കാതെ കേട്ടോ, പെട്ടപ്പെട്ടെന്ന് പറഞ്ഞിട്ട് കിലോമീറ്റർ കവറായി. പക്ഷെ എൻ്റെ മോനെ ലോഡിൻ്റെ ഹൈറ്റ് നോക്കി, TN വണ്ടിയുടെ പൊന്നടവേ, കണ്ടെയ്നറിനേക്കാൾ ഹൈറ്റിലാണ് ലോഡ് എടുക്കണേ.
ലൈലും നൈസായിട്ട് മഴ പൊടിയുണ്ട് കൈസ്. ആകാശം നോക്കുമ്പോഴും ചെറിയ കാർമേഘം വൈബൊക്കെ ഉണ്ട്. മഴ പൊടിഞ്ഞറിയാലോ, ക്യാമറ എടുത്തു വയ്ക്കണം, അല്ലെങ്കിൽ ലോക്കാവും. ഹൈദരാബാദിലോട്ട് ഇനിയുണ്ട് കേട്ടോ, ഒരു 10-50 കിലോമീറ്ററൊക്കെ. കിറ് 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 പെട്രോൾ. കാമറെഡ്ഡിയാ സ്ഥലത്തിൻ്റെ പേരാട്ടത്, കാമറെഡ്ഡി. കാമേഷ് കുമാർ ക്യാമ്പൊക്കെ അടിച്ചിട്ടാണല്ലോ ഇരിക്കണത്. അവിടെ വേറെ എന്ത് സീനാണല്ലോ. സ്റ്റേറ്റ് മാറി ഇനി ഒരു പിടുത്തല്ല. ഈ പുള്ളിക്കാരൻ നമ്മൾ കിട്ടിയാണ് കേട്ടോ, പെട്രോളിലാണ്ട് തള്ളിപ്പ് കിടന്നു. നമ്മയുള്ള ലോകമേ കാത്തിരുന്നു കാണുക. വേണ്ട ബാലൻസ് കൂട്ടാം. 4 കിലോമീറ്ററിൻ്റെ അടുത്ത പമ്പിലേക്ക്. നേരെ ഒതുങ്ങിരിക്കേ. മച്ചാ ഫോണൊക്കെ ഇതിരിക്കുക. ലെഫ്റ്റ് ഇറക്കാനൊക്കെ പറയുന്നുള്ളൂ ഗഡി. എന്തായാലും ആവട്ടെ, നമുക്ക് എന്തെങ്കിലും ലോക്കം കിട്ടിക്കുമ്പോൾ നമുക്കും കിട്ടുന്നതുപോലത്തെ ഹെൽപ്പേ. ഞങ്ങൾ പണ്ട് കോയമ്പത്തൂരിന്ന് അതേപോലെ NS നാശമായിട്ട്, NS ഇതുപോലെ കുതിരാനൊക്കെ ഉണ്ട്, എഞ്ചിനാണ് നാശമായി. എഞ്ചിൻ പണിത വണ്ടിയാണ്. എന്നിട്ട് ഞങ്ങൾ ഫസ്റ്റ് ട്രിപ്പ് ആടുന്നു, അത് ഇതേപോലെ വീണ്ടും അടിച്ചു പോയി. എന്നിട്ട് കുതിരാൻ ടു എട്ടിമടൈ വരെ ഞങ്ങൾ ചവിട്ടി തള്ളിയുണ്ട് കൈസ്. വണ്ടി സെക്കൻഡില്ല, അതാണ് ഇത്ര ലോഡാവാൻ പണി. എന്തായാലും ഹൈവേന്ന് വിട്ടിട്ടുണ്ട് നമ്മൾ. 4 കിലോമീറ്റർ ഉള്ളിൽ പോകണം, എന്നാലും കുഴപ്പമില്ല. ഒരാളെ രക്ഷപ്പെടുത്തിയില്ലേ. നന്മമരായിട്ടല്ല കേട്ടോ, ഇത് നമുക്കും കിട്ടാവുന്നൊരു പണിയാണ്, മനസ്സിലായോ? അപ്പോൾ നമുക്ക് തിരിച്ചു കിട്ടും, അത്രേ ഉള്ളൂ. ആ കാണുന്ന പമ്പ് ഭാരത് പെട്രോളിയം. പമ്പ് കയറുക പമ്പിലേക്ക്. ആ പമ്പിലേക്ക് എങ്ങനെയാണ് കയറാൻ? इधर से പമ്പിൽ ഡ്രോപ്പ് തുറക്കണം. ഡ്രോപ്പ് കൊടുക്കാല്ല, ഇതുവരെ വന്നിട്ട് പിന്നെ അയ്യോ ഓഫ് റോഡ് ബ്രോ. ഓക്കെ എങ്ങനെ അഞ്ഞ അങ്ങോട്ട് നമ്മുടെ നാട്ടിൽ ഓഫ് റോഡൊക്കെ ചവിട്ടി തള്ളെന്ന് പറഞ്ഞാൽ ടാസ്ക് കേട്ടോ. കയറ്റം കഥം ബ്രോ കഥം. അമ്പത്തി കൊടുത്തുണ്ട്. ഓക്കെ ഒന്ന് കൈ വെച്ചു കൊടുത്തടാ. വേണ്ട ഓക്കെ ബ്രോ. സംഭവം വലിയ നന്മവരായിട്ടൊന്നുമല്ല, അത് നമുക്കും കിട്ടാവുന്നൊരു പണിയാണ്.
അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി നമ്മൾ കാണിക്കണം ആസ് എ ഹ്യൂമൻ ബീങ്, അത്രേ ഉള്ളൂ. നമ്മുടെ കേരളത്തിൽ നിന്ന് വിറ്റുപോയ ഒരു ടൂറിസ്റ്റ് ബസ് ഫ്രണ്ടിൽ പോകുന്നുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. അത് കണ്ടാലും മനസ്സിലാവും കേരളത്തിൽ നിന്ന് പോയുള്ള വണ്ടിയാന്നുള്ളത്. അതിൻ്റെ സ്റ്റിക്കർ വർക്കും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. അയ്യോ ബസ് പോയോ? ഇല്ല, മറ്റെത്തിയിടോ. നമുക്ക് റൈറ്റ് പോകണം. ബസ് ചിലപ്പോൾ നേരെ പോകും. ഓ ഗൈസ്, ആ ബസ് നേരെ പോയി ഗൈസ്. കേരളത്തിൽ നിന്ന് ഇട്ട വണ്ടി അത്, വൈറ്റ് വണ്ടി. എന്നാൽ ഫുള്ള് ചെറിയ ചെറിയ ഗ്രാഫിക്സ് ഒക്കെ ഉണ്ട്. തെലുങ്കാന സ്റ്റേറ്റ്. നമ്മൾ വീണ്ടും ഹൈവേയിലെത്തി. ഹൈവേ ടെമ്പിളൊക്കെ രസമുണ്ടല്ലേ? തമിഴ്നാട് ഫീലില്ലേ ടെമ്പിളിനെ കാണുമ്പോൾ? ഗോപുരങ്ങളും വർക്കും പെയിൻറ്റും കാണുമ്പോൾ ഒരു തമിഴ്നാട് ഫീലാട്ടോ. അല്ലെങ്കിൽ തമിഴ്നാട് അമ്പലങ്ങൾ വേറെ മൂടാണ് കഴിച്ച്, ഒരു രക്ഷയിലത്. നിങ്ങളും വഴിയിൽ ഇതുപോലെ ആരെങ്കിലൊക്കെ പെട്ട് നിൽക്കുക അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും സിറ്റുവേഷനിൽ പെത്തറ്റിക് സിറ്റുവേഷനിൽ കാണുകയാണെങ്കിൽ എന്താ കാര്യം എന്ന് ചോദിക്കുക. എന്നിട്ട് നമുക്ക് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾ ചെയ്തു കൊടുക്കുക. ഓക്കെ, കിട്ടി മക്കളെ പണി. മഴ 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 കിളിച്ചു തുടങ്ങി. നല്ല കാർമേഘം വൈബുണ്ട്. ക്യാമറ വേഗം സേഫ് ആക്കണമല്ലോ. ഞങ്ങൾ എന്തായാലും ഹൈദരാബാദിൽ നിന്ന് എത്തും. ഒരു അയ്യോ മഴ കൂടി ഡാർക്കായില്ല. ഒരു 10-35-40 കിലോമീറ്ററൊക്കെ ഉള്ളൂ ഹൈദരാബാദുള്ളൂ. ഹൈദരാബാദിൽ നിന്ന് എത്തും. ഹൈദരാബാദിൽ നിന്ന് എത്തിയിട്ട് ഇന്ന് എന്തായാലും സ്റ്റക്കായിരിക്കും. ഇന്നിപ്പോൾ ഈ സമയമായിരിക്കും, നമുക്ക് എവിടേക്കും പോകാനൊന്നും പറ്റില്ല. സോ നമ്മൾ നാളെ മോർണിംഗ്, അയ്യോ മഴ, നാളെ മോർണിംഗ് ലോറി ഉണ്ട് കേട്ടോ ബാക്കിൽ. ഓക്കെ, സോ നമ്മൾ നാളെ മോർണിംഗ് ഇതെവിടെ നിർത്താം. നാളെ മോർണിംഗ് 5 ചാർമിനാറൊക്കെ പോവും. ഓക്കെ, അപ്പം ഇന്ന് നൈറ്റ് നമ്മൾ എവിടെയെങ്കിലും നിങ്ങളുടെ എൻ്റെ ആയിരിക്കും, അല്ലെങ്കിൽ ഹൈദരാബാദ് പ്രോപ്പർ എത്തണമെന്നുണ്ടെങ്കിൽ റൂമായിരിക്കും. എന്താണെന്നൊരു പിടുത്തല്ല. അപ്പം എന്തായാലും ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് ഗൈസ്. ഓക്കെ, അങ്ങ് ദൂരെ ഒരു സൺസെറ്റൊക്കെ കണ്ടിട്ട് ഈ വീഡിയോ ഇവിടെ അവസാനിക്കണം. നോക്കി അങ്ങ് ദൂരെ ഒരു സൺസെറ്റൊക്കെ കാണുന്നുണ്ടോ? അപ്പോൾ അതാണ് പടിഞ്ഞാറ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. അപ്പോൾ ലക്ഷി അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. ഓക്കെ, ബൈ. റെയിൻ കോട്ടൊക്കെ സെറ്റ് ചെയ്യണം, പണിയുണ്ട്.